അല്ലാഹു പറയുന്നു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അത്ഭുതമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 7 ആകാശവും കടന്ന് സ്വർഗം കണ്ടു, നരകം കണ്ടു, അള്ളാനെ കണ്ടു, അള്ളാഹ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നിട്ട് തിരിച്ചു വന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉണ്ടായതെന്നാണ്. അതിനാണ് ഈ മിഅ്റാജ് എന്ന് പറയുക. ഇസ്രാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. ആ വീട്ടിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗം, അതൊരു വാഹനം, ആ വാഹനത്തിൽ കയറ്റി നബി തങ്ങളുടെ വീട്ടിൽ നിന്നും എങ്ങോട്ട്, മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക്, കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുന്നു, മറ്റു പ്രവാചകന്മാരുമായിട്ട് ഒന്നിച്ച് നിസ്കരിക്കുന്നു. എന്നിട്ട് വീണ്ടും പുറപ്പെടുകയാണ്. 7 ആകാശവും കടന്ന് മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി ഓരോ ആകാശവും കടന്ന് ഓരോ ആകാശത്തിലും ഓരോരോ പ്രവാചകന്മാരെ കണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഇങ്ങനെ 7 ആകാശത്ത് ചെന്നു. അവിടെ ചെന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ നബിതങ്ങൾ സഞ്ചരിച്ചു. സ്വർഗം കണ്ടു, നരകത്തിന്റെ അവസ്ഥ കണ്ടു, സ്വർഗം മുഴുവൻ നബിതങ്ങൾ കയറി കണ്ടു. പിന്നെയോ എന്നിട്ട് അള്ളാനെ കണ്ടു, അള്ളാനോട് സംസാരിച്ചു. ലോകത്ത് അള്ളാനെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരൊറ്റ മഖ്ലൂഖ് ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അള്ളാഹുവിനെ കണ്ടു. അള്ളാഹു തആല സമ്മാനമായി കൊടുത്ത പരിശുദ്ധമായ നമസ്കാരം സ്വീകരിച്ചു. 50 വഖത്ത് നമസ്കാരമായിരുന്നു ഞാൻ. 50 വഖത്ത് നമസ്കാരവുമായിട്ട് നബിതങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. മൂസാ നബിയെ കാണുന്നു. മൂസാ നബി പറയുന്നു, നബിയെ, ഈ 50 വഖത്ത് നമസ്കാരം കൊണ്ടൊന്നും നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിലേക്ക് ചെല്ലല്ലേ, ചെന്നാൽ അവർക്ക് ഇത് താങ്ങൂല. 50 വഖത്ത് നിസ്കാരമൊന്നും പറ്റൂല, നിങ്ങൾ ചുരുക്കി കൊണ്ടുവരാം. അങ്ങനെ 25 ആക്കി, 15 ആക്കി, 10 ആക്കി, പിന്നെ 5 വഖത്താക്കി ചുരുക്കി തന്നു. അല്ലെ, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹി, ഈ 5 വഖത്ത്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അല്ലെ, അതൊക്കെ അല്ലാഹു തആല കുറച്ച് 5 വഖത്താക്കി തന്നു.